ഹായ്, എന്താ പാട്? സുഖല്ലേ? ഇപ്പൊ നിങ്ങള് 2 ദിവസമായിട്ടുള്ളൊരു പുതിയ ന്യൂസ് കണ്ടോ? മനുഷ്യന്മാരെയും കൊണ്ട് എന്റെ മനസ്സപ്പെടെ കുടുങ്ങിക്കുക. അതിന്റെ ഇടയിൽ കൂടെ ഇപ്പൊ പ്രേതവും ഭൂതവും ആത്മാവും ഒക്കെ. വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. റിഫ ദുബായിൽ വെച്ചിട്ട് മരണപ്പെട്ടിട്ട് എത്ര വർഷമായി. എന്നിട്ട് ഇപ്പൊ അതാ ഒരുത്തി വന്നിക്കണു. ഓളടുത്തേക്ക് റിഫയുടെ ആത്മാവ് ചെന്നു. എന്നിട്ട് ഓളോട് പറഞ്ഞു ആരൊക്കെ കൊന്ന്, എങ്ങനെയൊക്കെ കൊന്ന് എന്നുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് ഇപ്പൊ ഒരുത്തി വന്നിക്കണു. നിങ്ങൾ കേട്ടിരുന്നത്? കേട്ടിട്ടില്ല? ഇതൊന്നും കേട്ടില്ലേ? എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് റൂഹി, ഒഫീഷ്യൽ നെയിം ഷൈന, കാനഡയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മർഡർ കേസിനെ കുറിച്ച് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാ മലയാളീസിനും അറിയുന്ന ഒരു കേസാണ് റിഫ മെഹനു കേസ്. ദുബായില് സൂയിസൈഡ് ചെയ്തു എന്ന് പറയുന്ന ആ കേസിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇറ്റ് വാസ് നോട്ട് എ സൂയിസൈഡ്, അത് വെൽ പ്ലാൻ മർഡർ ആയിരുന്നു. ആ കുട്ടിയുടെ ഹസ്ബൻഡിന്റെ കൂടെ ഉണ്ടായ 2 പേരും കൂടി കൊന്നതാണ്. അത് എങ്ങനെ എനിക്കറിയാം എന്ന് വെച്ചാൽ എനിക്കത് വളരെ വളരെ ക്ലിയർ ആയിട്ട് എനിക്കറിയാം. ഇത് വിശ്വസിച്ചേ പറ്റുള്ളൂ. മരിച്ചുപോയ ആ പെൺകുട്ടി തിരിച്ച് ഭൂമിയിലോട്ട് വന്നിട്ട് സോളായിട്ട് വന്നിട്ട് എനിക്കത് വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു തന്നൊരു കാര്യമാണ്. വളരെ ക്ലിയർ ആയിട്ട് അന്ന് രാത്രി അവിടെ എന്താണ് സംഭവിച്ചതെന്നും ആ കുട്ടിനെ ഇവരെന്താ ചെയ്തതെന്നും എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഞാനൊരു പിക്ചർ കാണുന്നത് പോലെ ഞാൻ കണ്ടതാണ്. സോ എനിക്കത് പറഞ്ഞേ പറ്റുള്ളൂ. ഇറ്റ്സ് ടൈം ടു റിവീൽ ദിസ്. ഞാൻ കണ്ട കാര്യങ്ങൾ ഞാൻ പറയുവാണ്. എനിക്ക് കണ്ടതല്ല, എനിക്ക് കാണിച്ചു തന്ന കാര്യങ്ങൾ. അതായത് റിഫ ഈ പറഞ്ഞതുപോലെ വളരെ ഹാപ്പി ആയിരുന്നു. ആ രാത്രിയില് കയറി അവളുടെ റൂമിലോട്ട് പോയി. അതിനുശേഷം ഇവരവിടെ സംസാരം തുടങ്ങിയത്, സംസാരിച്ച് അവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. സംസാരം തുടങ്ങിയത് ബിറ്റ്വീൻ റിഫയും റിഫയുടെ ഹസ്ബൻഡ് മെഹനാസും ആണ്. പക്ഷെ എല്ലാവരും പറഞ്ഞത് അവിടെ മെഹനാസും ജംഷാദും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാ പറയുന്നത്. ഇല്ല, വേറൊരാളും കൂടി അവിടെ ഉണ്ട്. അത് മെഹനാസും ജംഷാദും ആഷിഖും, ഈ 3 പേര് ആ റൂമിന്റെ അകത്തുണ്ട്. ഇവര് 3 പേരും കൂടി ഈ കുട്ടീനോട് എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം അത് അവള് ചെയ്യാൻ റെഡിയല്ല. ആ സമയത്ത് തള്ളാൻ തുടങ്ങി. തള്ളിയിട്ട് ബെഡിലോട്ട് ഇടുന്നത് മെഹനാസാണ്. മെഹനാസ് തള്ളിയിട്ട് റിഫനെ ബെഡിലോട്ട് ഇട്ടു. പിന്നെയും ബെഡിന്ന് എഴുന്നേറ്റിട്ട് അവളിങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന പോലെ പിന്നെയും ഫോർവേഡ് ആയിട്ട് പോകുമ്പം നെക്സ്റ്റ് മൊമെന്റ് സംഭവിച്ചു എന്ന് പറഞ്ഞാല് കഴുത്തിലുണ്ടായ ഷോള്, ഒരു ലൈറ്റ് പിങ്ക് പോലത്തെ ഷോളാണ് എന്റെ ഒരു കണ്ണിൽ കണ്ടത്. കഴുത്തിലുണ്ടായ ഷോള് വെച്ചാണ് മുറിക്കിയത്. അത് മെഹനാസ് ആണ് ടൈറ്റൻ ചെയ്യുന്നത്. കഴുത്തിലോട്ട് അങ്ങോട്ട് അത് ടൈറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ. ഒരു മിനിറ്റ്, അതായത് പുള്ളിക്കാർ പറഞ്ഞ മനസ്സിലായോ നമുക്ക്? അതായത് ഈ റിഫയുടെ ആത്മാവ് വന്നിട്ട് കറക്റ്റ് വിഷ്വലാക്കിയിട്ട് എന്താണ് അവിടെ സംഭവിച്ചത്, എന്തിനാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ളതിന്റെ എല്ലാ എവിഡൻസും കറക്റ്റ്, അതും കളർ വിഷ്വലാക്കിയിട്ട് തന്നെ 37 അതേമാതിരി കാണിച്ചു കൊടുത്തുക്കണമെന്നാ പറയുന്നത്. ഈ പറഞ്ഞത് 2026 ആദ്യം, അത് പോട്ടെ, അത് 37 ബോധ്യമില്ലെങ്കിൽ വേണ്ട. പക്ഷെ ഇത് കേൾക്കണ ഞമ്മക്കൊരു ബോധ്യം ഉണ്ടല്ലോ ഇത് 2026 എന്തായാലും ഈ മെഹനു എന്ന് പറയുന്നല്ലേ, ഓനെ കുറിച്ചിട്ട് എനിക്കും അത്ര നല്ല അഭിപ്രായമൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് ചോദിച്ചാല്, ഈ ഒരു കേസിന്റെ കാര്യത്തില്, അതായത് പല ചാനലും പല യൂട്യൂബേഴ്സും പല മീഡിയാസും എല്ലാം വിട്ടിട്ടുള്ള ഒരു പലതരത്തിലുള്ള കഥകളുണ്ട്. എങ്ങനെ മെഹനു അങ്ങനെ ചെയ്തു, മെഹനു ഇതില് കെട്ടി കഴുത്തില് മുറുക്കി, അതുപോലെ സഹായിച്ചു, മറ്റൊരു സഹായിച്ചു, അപ്പൊ റൂമിൽ ഉണ്ടായിരുന്നതൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കഥകൾ ഇതിന്റെ അകത്ത് വന്നിക്കണു. ഇതൊക്കെ 37 ഇരുന്ന് കണ്ടിക്കുകയാണ്. എന്നിട്ട് എന്തോ ഒരു സ്വപ്നമാണ് കണ്ടിക്കുകയാണ്. അപ്പോ സംഗതി ഇങ്ങനെയാണ് എന്നുള്ളതാണ് സ്വയം അങ്ങോട്ട്. ഇതിപ്പോ എന്റെ അടുത്ത് ഇവളുടെ ആത്മാവ് വന്നു, ആത്മാവാണ് എന്നോട് ഇതൊക്കെ പറഞ്ഞു തന്നെ എന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് ഇത്ര ധൈര്യമായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ 37 വന്ന് പറയുന്നത്. ഇതെന്താ ഏതാണെന്നും കൂടി അറിയാതെ വാലും തുമ്പില്ലാതെ കുറെ ആളുകള് ഇത് വലിച്ചു വാരിയിട്ട് വലിയൊരു കണ്ടന്റ് ആക്കിയിട്ട് ഇടുകയും ചെയ്തിരിക്കണം. ഈ മെഹനാസിനെ കുറിച്ചിട്ട് നല്ല അഭിപ്രായമൊന്നും എനിക്കുമില്ല. കാരണം ഈ മെഹനാസ് നന്നായിട്ട് ഉപദ്രവിച്ചിരുന്നു ഈ പെണ്ണിനെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഇപ്പൊ കയറി വന്ന സഫ പറയുന്നത് എന്താ, അന്ന് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ ഈ റിഫയുടെ മയ്യത്തൊന്ന് കൊണ്ടുപോയി പള്ളിക്കാട്ടിലേക്ക് വെക്കാനുള്ള സമയം കൂടി ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്ക് സഫാക്കും ഇവനുക്കും കല്യാണം കഴിച്ചേ പറ്റുള്ളൂ. അത്ര അർജന്റ് ആയിരുന്നു. പോലീസുകാരും നാട്ടുകാരും എല്ലാം കലിച്ച് നിൽക്കുകയായിരുന്നു. ആ സമയത്തടക്കം അവർ കല്യാണം കഴിച്ചു. അന്ന് അരിഭക്ഷണം കഴിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും മനസ്സിലായിക്കണു ഈ മെഹനുവിന്റെ യഥാർത്ഥത്തിലുള്ള തൊലിക്കട്ടി എന്താന്നുള്ളത്.
അതൊക്കെ ഇനിയിപ്പോ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് അതിന്റെ മെയിൻറ്റിക്ക് വിട്ടു. അപ്പോൾ ആ കുട്ടിയുടെ കാര്യത്തിൽ മാത്രമേ എല്ലാവർക്കും കുറച്ച് സങ്കടം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് എന്ത് സംഭവിച്ചു, ഈ സഫയൊക്കെ അടിപൊളിയായിട്ട് റീല് ചെയ്യൽ തുടങ്ങി, ഇവർ കെട്ടിപ്പിടിക്കലായി, പിന്നെ എന്താ പറയുക ഫാമിലി വ്ളോഗ്സ് ചെയ്യലായി, ഭയങ്കര സന്തോഷത്തിലാണ്, ഹാപ്പിയാണ് എന്നൊക്കെ അറിയിച്ചിട്ടുള്ള കുറെ വീഡിയോസ് ഇറക്കി. ആ സമയത്തും ഈ കരിപ്പൊടി ഇങ്ങനെ വീഡിയോസ് ഇട്ടിരുന്നു ഇവരുടെ കുറിച്ചിട്ട്. അതിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോ കുറെയൊക്കെ സത്യമുണ്ട്, കുറെയൊക്കെ സത്യമല്ല എന്നുള്ള മാതിരിയായിരുന്നു. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ വേറെ ഞാൻ ചെയ്യും ചെയ്തിരുന്നു. അതൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളത് വെറ്റി തീർത്ത് ഒരു കുഞ്ഞിന് ജന്മം നൽകി ഒക്കെ അങ്ങനെ നിൽക്കുന്നതിന്റെ ഇടയിലാണ് ഈ സഫക്ക് വേറൊരാളായിട്ടുള്ള പ്രേമവും ഒളിച്ചോട്ടവും ചാറ്റിങ്ങും എല്ലാം പുറത്തു വന്നത്. ഈ സഫ എന്ന് പറയുന്ന പെണ്ണിന് കുടിച്ചിന വെള്ളത്തിൽ നമ്പാൻ പറ്റൂല എന്നുള്ളത് അവൾ തന്നെ തെളിയിച്ചതാ. കാരണം അവളെ പ്രായത്തിലുള്ള ഒരു പെണ്ണ്, അവൾ അത്രയും പ്രായമില്ലാത്തൊരു പെണ്ണ് കൊലപാതകമാണോ ആത്മഹത്യയാണോ അതോ വേറെ എന്തെങ്കിലും ആണോ ഒന്നും നിൽക്കാനോ നോക്കാനോ സമയമില്ലാതെ അവൾ എളുപ്പം കയറിയിട്ട് മെഹനൂന് ഇനി വേറെ ആരെങ്കിലും കൊണ്ടുപോയാലോ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ ഓന് 17 രാവ്. അപ്പൊ ഇവളെന്ത് ചെയ്തു, എളുപ്പം ഓനാണ് കെട്ടി. മറ്റുള്ളവരുടെ ഒന്നും വിഷയക്കാതെ എന്റെ മെഹനു പാവമാണ്, എന്റെ മെഹനു അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഭയങ്കര വിശദീകരണം. ആ ഓളെ ഇന്നത്തെ ചാനലിലെ മറ്റേ വീഡിയോസ് ഒന്നും എടുത്തു നോക്കാം. മെഹനുവിനില്ലാത്ത കുറവില്ല, മെഹനു അങ്ങനെ ചെയ്തു, ഇങ്ങനെ പീഡിപ്പിച്ചു, അങ്ങനെ പേടിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കണ്ടന്റ് ഓളെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. അന്ന് ആ പെണ്ണിന്റെ മരണ സമയത്ത് ഒരു 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യാൻ ഇവൾക്ക് ഈ സഫക്ക് ടൈം ഉണ്ടായിരുന്നില്ല. ആ സഫയാണ് ഇപ്പൊ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇപ്പൊ പറയുന്നത് മെഹനു അത്ര മോശക്കാരന് എന്നെ അടിച്ചടിച്ചിട്ട് അങ്ങനെ ആക്കിയിരിക്കണു. എന്തൊക്കെ മറ്റേ കഥകളാണ് ഇപ്പൊ വരുന്നത്. അല്ലെങ്കിൽ ഈ മെഹനിനെ കുറിച്ചിട്ട് ആർക്കെങ്കിലും ഇവിടെ നല്ല അഭിപ്രായം ഉണ്ടോ? ഇല്ല. എന്തായാലും നമുക്ക് ബാക്കി കേൾക്കാം. നമ്മൾ പറയില്ലേ മരിക്കാൻ പോകുമ്പം ആ വെപ്രാളത്തിൽ പിടക്കണം, ആ ഒരു പിടക്കൽ പിടക്കണ സമയത്ത് കാല് പിടിക്കുന്നത് ജംഷാദാണ്. ജംഷാദിനൊപ്പം വേറെ ആഷിഖും പിടിക്കുന്നുണ്ട്. പക്ഷെ ആഷിഖ് ഇൻ ബിറ്റ്വീൻ കാല് വിടുന്നുണ്ട്, പിന്നെയും പിടിക്കുന്നു, വിടുന്നു, ഇനി പിടിക്കുന്നു. പക്ഷെ ജംഷാദ പിടിച്ചെടുത്തൊന്നും വിടുന്നില്ല. മെഹനാസ് അവളുടെ ശ്വാസം നിൽക്കുന്നത് വരെ ആ ഷോള് ടൈറ്റൻ ചെയ്ത് വെച്ച് ഇല്ലാണ്ടാക്കിയതാണ്. ഇങ്ങനെയാണ് അവിടെ ഇങ്ങനെ തന്നെ അവിടെ സംഭവിച്ചത്. അപ്പൊ ദുബായ് പോലീസൊക്കെ പൊട്ടന്മാരല്ലായിരുന്നു അല്ലെ? ദുബായ് പോലീസ് അവിടുന്ന് ഈ മരണം ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ആ റിഫയുടെ ബോഡി ഇങ്ങോട്ട് നാട്ടിലേക്ക് കൊടുത്തു വിട്ടത്. അതിനെ കുറിച്ച് വല്ലതും അറിയോ നമുക്ക്? ഇത് മറ്റേ ആ ജയറാമിന്റെ ഏതോ പടം കണ്ടിക്കൊണ്ടുണ്ട് മുകേഷിന്റെ പിന്നാലെ നടക്കൂലേ, ഏത് മറ്റേ ഹൃദയം മാറ്റി വെച്ചിട്ട് മുകേഷിന് കാണാനും പറ്റൂല, അങ്ങനെ ഒരു പടല്ലേ പണ്ടത്തെ കാലത്ത് ഇറങ്ങിയതാണിത്. അത് ഏതോ മുപ്പത്തിരിപ്പ കണ്ടിക്ക. അല്ല അപ്പൊ എന്താ ഞാൻ ഇതിനൊക്കെ പറയാം. എന്നിട്ട് കാളെ പറ്റൂന്ന് കേട്ടപ്പോഴത്തേന് കയറെടുക്കാൻ കുറെ ആളുകളും സംഭവം ഞാൻ പറഞ്ഞില്ലേ, ഇവ ആ ലോക ഫ്രോഡാണ് ഈ മെഹനാസ്. അതിൽ ഒരു സംശയവുമില്ല. 2 പെണ്ണുങ്ങളുടെ ജീവിതം വെച്ചിട്ടാണ് ഓപ്പ കളിച്ചത്. അതിൽ ഒരു പെണ്ണ് അറിഞ്ഞും കൊണ്ട് കളിച്ചതാ, മറ്റേ പെണ്ണ് വിധി കൊടുന്നിട്ടതാ. രണ്ടായാലും അവറ്റയുടെ ലൈഫ് പോയി. എന്നിട്ട് ഓനിക്ക് എന്തെങ്കിലും കൂസലുണ്ടോ? ഓനെപ്പോ ഇതെന്തെങ്കിലും ഒന്ന് ആയിട്ട് വേണം അപ്പൊ എനിക്ക് ലൈവ് ഇടണം, അതല്ലെങ്കിൽ ഒരു മറ്റേ കോണ്ടന്റ് ആക്കണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ആളാണ് ഈ മെഹനാസ്. ഓനിക്ക് ആരെന്തായാലും ഒരു പ്രശ്നമല്ല. ഞാൻ ആലോചിക്കണ എന്ത് കണ്ടിട്ട് ഇവന്റെയൊക്കെ പിന്നാലെ ഈ പെണ്ണുങ്ങൾ പോണു. അതല്ലെങ്കിൽ ഇത്രയും വലിയ വിഷയമായിട്ടാണ് നിൽക്കുന്നത് ഒരുത്തം. ജനങ്ങൾ മുഴുവൻ ഓൻ കൊന്നതാണ്, ഓൻ കാരണമാണെന്ന് പറഞ്ഞു നിൽക്കുമ്പോഴും ഇവള് പോയിട്ട് ഓനെ കെട്ടി. എന്നിട്ട് ആ ഓളാണ് ഇപ്പൊ പറയുന്നത് ഓൻ മോശക്കാരനാണെന്നുള്ളത്. ഇനിയിപ്പോ ഇതിമ തീരൂല. 1 തൊട്ടാ 3 എന്നല്ലേ പറഞ്ഞിക്കണേ. അപ്പൊ ഇനി നോയിക്കോളുണ്ടോ. ഇപ്പൊ ഈ പ്രശ്നം നടക്കുന്നതിന്റെ ഇടയിൽ അപ്പുറത്തു കൂടെ വന്നിട്ട് വീണ്ടും ആരെങ്കിലും കെട്ടിയിട്ടുണ്ടാവും. കെട്ടിക്കഴിഞ്ഞിട്ടാ കാരണം നമ്മളെന്നെ ചിലപ്പോ അറിയാം, ചിലപ്പോ ഓള് പ്രസവം കഴിഞ്ഞിട്ടാ കാരണം നമ്മളറിയാം. അതാണ് കോലം. അതെ, ഈ സഫക്ക് ഇത് കിട്ടണം എന്നുള്ളത് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ആളാണ് ഞാൻ. എന്തുകൊണ്ടറിയോ? കുറച്ച് കാട്ടിക്കൂട്ടൽ കൂടുതലായിരുന്നു ഈ സഫക്ക്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ പ്രശ്നങ്ങൾ ഇത്രയും നടക്കുന്ന സമയത്ത് ആ മാതാപിതാക്കൾ ഈ റിഫയുടെ കാര്യങ്ങൾ ഇങ്ങനെ ഇരുന്ന് കാണുന്നുണ്ടല്ലോ, ആ കണ്ണീര് വറ്റുന്നതിന് മുമ്പ് തന്നെ ഇത്ര സിമ്പിളായിട്ട് മാനുവിനെ കെട്ടണം എന്ന് പറഞ്ഞു വന്ന ഇവൾക്ക് ഇതന്നെ കിട്ടണം, അതിൽ യാതൊരു സംശയവും അല്ല. പിന്നെ നിനക്കിത് കിട്ടണം എന്നൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാലേ അന്റെ ഭാഗത്തൊരു തെറ്റുമില്ല, ഓൻ മോശമാകൊണ്ടാണ് എന്ന് വിചാരിക്കണ്ട. ഓൻ എങ്ങനെയാണോ അതിന്റെ നേർ മറുവശമാണ് അതിൽ യാതൊരു സംശയവുമല്ല. നിങ്ങള് ചക്കിക്കൊത്ത ചങ്കരന, രണ്ടും കണക്കാണ്. മറ്റുള്ളവരുടെ വേദന, മറ്റുള്ളവരുടെ സങ്കടോ, മറ്റുള്ളവരുടെ പ്രയാസോ, മറ്റുള്ളവരുടെ അഭിമാനോ അതൊന്നും നിങ്ങൾക്ക് അറിയണ്ട. നിങ്ങൾ എന്താ വിചാരിച്ചു അത് ചെയ്തു. അതിനായിട്ട് കുറച്ച് തൊലിച്ചുകളുണ്ട്. എന്ത് മറ്റേ ഇതാ അപ്പൊ വിട്ടതാ, എനിക്ക് ഇതാ ആ പോസ്റ്റ് അന്ന് ഇട്ടതാ എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ആകെ പ്രശ്നം. ഇപ്പൊ ഇവല് പിരിഞ്ഞതും ഇവലൊന്നായതോ
വേറെ ഒന്നുമില്ല. ഇക്കണ്ട യുദ്ധം നടക്കണു, ആളുകൾ മരിച്ചു വീണു, ഒരു നേരത്തെ അന്നത്തിന് പോയ മനുഷ്യന്മാർക്ക് എന്ത് സംഭവിക്കും അറിയാതെ ഇന്ത്യക്ക് കൂട്ടുകാരൻ അവിടെ നിന്ന് എടുത്തിട്ട് വീഡിയോസ് ഇങ്ങനെ വിടുക, നെഞ്ഞ് പൊട്ട് സത്യം പറഞ്ഞ. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഉണ്ടായിരുന്നിരുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് നാട് പിടിച്ചാൽ മതി, ഉറ്റവരെ കാണണം, ഉടയവരെ കാണണം എന്ന് വിചാരിച്ചും കൊണ്ട് ഓരോ ആളുകളും പ്രാർത്ഥനയോടെയും കണ്ണീരോടെയും ഇരിക്കുക. അപ്പോഴാണ് ഇപ്പൊ ഇവളെ ആത്മാവിന്റെ കഥ, മറ്റോൻ ഇവളെ ചതിച്ച കഥ. ഇവറ്റൊക്കെ ഒന്നും ഒരു പണിയില്ല. ഇത് മുഴുവൻ ഞാൻ കേൾപ്പിക്കാത്ത എന്താ അറിയോ, ഏൽപ്പിച്ച എങ്ങക്കും ഭ്രാന്ത് വരും. ഇതിനൊക്കെ ഒരു അവസാനം വേണ്ടേ? ഇവിടെ ആകെ നമ്മളെ കേരളത്തിൽ നമ്മളെ മലയാളികളുടെ പ്രശ്നമാണ് ഇപ്പൊ ഇവരെ വേർപിരിവ്. അതല്ലെങ്കിൽ ഓളേക്ക് ആത്മാവ് വന്നത്. അല്ലെ ഇപ്പൊ ദുബായ് പോലീസ് അത്രയും ചെക്ക് ചെയ്തിട്ട് അത് മർഡർ അല്ല ആത്മഹത്യയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിട്ടതാണ് ഈ റിഫയുടെ ബോഡി അല്ലെ. അതൊക്കെ നമ്മൾ മലയാളികൾ കണ്ടതാ. പോരാത്തിന് ഇവിടെ വേറെ ചെക്കപ്പും കാര്യങ്ങളും കഴിഞ്ഞു, അവിടുന്നും ആത്മഹത്യ തന്നെയാണ്, കൊലപാതകമല്ല എന്നുള്ളതും തെളിഞ്ഞു. എന്നിട്ട് ഇപ്പൊ എവിടുന്ന ഈ ആത്മാവ് വന്നു? എനിക്കൊരു പിടുത്തമല്ല. ഇങ്ങനെ നാട്ടിൽ നടക്കുന്ന ആത്മഹത്യക്കും കൊലപാതകത്തിനൊക്കെ ഈ ആത്മാവുകൾ വരാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ മനുഷ്യന്മാരെ എങ്ങോട്ടേലും പോകേണ്ടി വരും. കാരണം അത്രക്ക് ആത്മാവ് ഉണ്ടാവും ഇവിടെ. ഓരോരുത്തരും അങ്ങോട്ട് സ്വപ്നം കാണാൻ തുടങ്ങും, ഇന്ന മാരിയാണെന്ന്. പിന്നെ കോടതി ഇപ്പൊ ഈ സ്വപ്നം കണ്ടീനും ആത്മാവ് വന്നു പറഞ്ഞാലും കേസെടുക്കാൻ നിൽക്കുകയല്ലേ അല്ലെ. ഇതിപ്പോ എന്താ ഉണ്ടായ അറിയോ, ഇതിപ്പോ ഇവളിങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട് തോന്നിയുള്ള പേരൊക്കെ വിളിച്ചാണ് പറഞ്ഞു, ഇനി ഇതേപോലെയൊക്കെ പാടോ ഓന്റെ പേര് ഈ പെണ്ണിന്റെ പേരിൽ കേസ് കൊടുക്കാൻ നിൽക്കുക അത്രേ. ഇനിയിപ്പോ കേസ് ഓള് നടത്തണ്ടേ, അല്ലാതെ ഇപ്പൊ ആത്മാവ് വന്നിട്ട് കോടതിയിൽ ഹാജരാവില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നേ. അതാണ് ഇപ്പൊ അവസ്ഥ. അത് കുറെ കോണ്ടന്റ് ആക്കിയിട്ട് നടക്കാൻ കുറെ ആളുകൾ. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇബലാത്മാവിന്റെ പിന്നാലെ പോകാനൊന്നും ഞമ്മക്ക് നേരമല്ല. നമ്മൾ ഈ അന്നം തേടി പോയ മനുഷ്യർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതുള്ളൂ. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ നാടും വീടും പിടിക്കുക എന്നുള്ളത്. കാരണം യുദ്ധം അത്രക്ക് വലിയ ഭീതിക്കാണ് ഇപ്പം ഇനി പോണത്. അപ്പൊ അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. നിങ്ങൾ ഈ നല്ല മാസം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഫലം വേണോ, നിങ്ങൾ അതിന്റെ കാര്യങ്ങൾ നോക്കിക്കോ. അല്ലാതെ ഇവലെ ആത്മാവിന്റെ പിന്നാലെ പോയാണ്ടല്ലോ ദുനിയാവും ഉണ്ടാവില്ല, ആഖിറവും ഉണ്ടാവില്ല. ശരി എന്നാ പോട്ടെ.